നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് നിഷ മധു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആക്ച്വലി എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്നെ ബോൾഡാക്കി വെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. ഇപ്പം റൈറ്റ് നൗ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏതെങ്കിലും വീട്ടമ്മമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയാണ് ഞാനും. ഓക്കെ, അപ്പം എൻ്റെ എപ്പോഴുമുള്ള ഒരു കാര്യം, ഞാൻ എന്താ പറയുക, എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാൻ BSc ബോട്ടണിയാണ് ഞാൻ പഠിച്ചത്. അതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. പിന്നീട് ഞാൻ കുറേ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ ഗുജറാത്തിൽ പോയ ശേഷം, കല്യാണം കഴിഞ്ഞ് ഗുജറാത്തിൽ പോയപ്പോൾ എനിക്ക് അവിടെ ജോലിക്കുള്ള സാധ്യതകൾ കുറവായിരുന്നു. പിന്നെ ഞാൻ നഴ്സറി ടീച്ചറായി. അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ മകനെ വളരെ നന്നായി ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരികയും ഞാൻ അത് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നെ 11 വർഷത്തോളം ഫ്രീ ആയിട്ട് മലയാളം ക്ലാസ്സുകൾ എടുത്തു കൊടുത്തു. ബോംബെയിലെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളെയൊക്കെ സ്റ്റേജിലൊക്കെ ധൈര്യമായിട്ട് കയറി അങ്ങനെയൊക്കെ ഫ്രീ സർവീസായിട്ട് ചെയ്തു കൊടുത്തു 11 വർഷം. വളരെ ആത്മാർത്ഥമായ 11 വർഷത്തെ സേവനത്തിന് ശേഷം 2025 എൻ്റെ ചില പേഴ്സണലായിട്ടുള്ള ചില പ്രയോറിറ്റീസ് നോക്കിക്കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് മലയാളം ക്ലാസ് എടുക്കാൻ പോകുന്നില്ല. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഹൗസ് വൈഫ് എന്ന് എപ്പോഴും ചില സമയത്ത് എന്നെപ്പറ്റി ഒരു സങ്കടം തോന്നായിരുന്നു. എനിക്ക് 10 രൂപ എൻ്റെ സ്വന്തം ഇല്ല. അങ്ങനെ അപ്പോഴെന്ന് വെച്ചാൽ, അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ എൻ്റെ കേരളത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാവരും നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും ആളുകൾ ടീച്ചേഴ്സാണ്. അപ്പോൾ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, കേരളത്തിലാകുമ്പോൾ നമുക്ക് ഇന്ന സ്ഥാപനങ്ങളിലും പോകാനും മലയാളത്തിൽ സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഹൗസ് വൈഫ് എന്ന് പറയുന്നതിൻ്റെ ഉള്ള പ്രയോറിറ്റി